अच्छा सबको നമസ്കാരം. ഇനി അടുത്ത 15ാമത്തെ അധ്യായം ടേസ് എന്നുള്ള പാടാണ് നമ്മൾ എടുക്കുന്നത്. ടേസ് എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. ആ മുറിവേൽക്കുക എന്നുള്ള കഥ, അതായത് നമുക്ക് മുറിവേൽക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മുറിവേൽക്കാറുണ്ട്, എന്നാൽ മനസ്സിന് മുറിവേറ്റെന്ന് നമ്മൾ പറയില്ലേ. സങ്കടം പറ്റല്ലേ, വിഷമം തോന്നുക, അതൊക്കെയാണ് മനസ്സിന്റെ മുറിവെന്ന് പറയുന്നത്. അതുപോലുള്ള ഒരു കാരീഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ആശാരി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എത്ര പണ്ടുകാലത്തെ കഥ കേട്ടോ അപ്പൊ പറയുന്നത്, ഇപ്പോഴത്തെ അല്ല കേട്ടോ. സമൂഹത്തിൽ വലിയവര് ചെറിയവര് എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെ. അപ്പോൾ ഇങ്ങനത്തെ പണിക്കൊക്കെ വരുന്നവരോട് തികച്ചും ഒരു എന്താ പറയാ, ചില ആൾക്കാർക്ക്, എല്ലാവരും അങ്ങനെ ചെയ്യില്ല കേട്ടോ, ഒരിക്കലും ചെയ്യൂല ചിലര്. എന്നാൽ ചിലര് ഞങ്ങൾ വലിയ ആൾക്കാരാന്നുള്ളൊരു ഭാവത്തില് ഇങ്ങനെയുള്ള ആളുകളോട് നിഷ്ഠമായിട്ട് പെരുമാറുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇതിൽ പറയുന്നത്. അതിലെ കഥാകാരന്റെ പേര് ഫണീശ്വർനാഥ് രേണു എന്നാണ് പറയുന്നത്. അതിലെ കഥയുടെ തുടക്കം തന്നെ ഒരു കാരീഗർ, സിർച്ച് എന്നാണ് പേര്, ആ കുട്ടി ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നതാണ്. ആ സംക്ഷിപ്ത രൂപം ടീച്ചർ ഒന്ന് വായിച്ചു തരാം. ये कहानी सिरचन नाम के एक ऐसी ही कारीगरों की है जिसे एक परिवार के दुलकार से गहरी ट्रेस रखती है. ഈ ഒരു കഥ കാരീഗർ സിർച്ച് എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു വീട്ടിലെ വധുവിൽ നിന്ന്, വധു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മരുമക്കൾ എന്ന് പറയില്ലേ, കല്യാണം കഴിച്ചുകൊണ്ടെന്നോ കുട്ടികളിൽ നിന്ന് കിട്ടിയ ഒരു മനസ്സിന്റെ വേദനയാണ് ഈ കഥയുടെ വിഷയം. इसके बावजूद वह इतना मानवीय है कि बिना दाम लिए अपनी कारीगरी से सारी चीजें बनाकर इसी परिवार के ससुराल जाते मानू को स्टेशन पर दे आता है. ये सिरचन कैसा कारीगर है. അപ്പോൾ അങ്ങനെ മനസ്സിന് വിഷമം തട്ടി അവൻ ജോലി ഒഴിവാക്കി അവിടുന്ന് പോവുക ചെയ്യണേ. പക്ഷെ ആ ജോലി എന്തിനായിരുന്നു ഏതിനായിരുന്നു എന്നുള്ളത് ഇത് കഥ സംക്ഷിപ്തം പറയുവാൻ മനസ്സിലാവും. അപ്പൊ അവൻ എന്ത് ചെയ്തു, ജോലി അവിടുന്ന് ഒഴിവാക്കി പോയെങ്കിലും ശരി, അത് ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്തിനായിരുന്നു എന്നുള്ളത് അവന് ശരിക്കറിയാം. അപ്പൊ ആ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ആ കുട്ടി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ഈ സാധനങ്ങളെല്ലാം ആ കുട്ടിക്ക് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. ബിനാ വേദനീയ, ഒരു പൈസയും കൂലിയായിട്ടോ ഒന്നും വാങ്ങാതെ ആ കുട്ടിക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കൈസ കാരീഗർ ഹെ. അപ്പോൾ ആ ശാരിക്കുട്ടിയാണെങ്കിലും അവൻ്റെ മനസ്സൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവൻ്റെ മനസ്സിനാണ് നമ്മൾ വില മതിക്കേണ്ടതെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ കാരീഗർ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, അയാളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. കഹാനിഗാർ കാരീഗർക്ക് പ്രതി സമ്മാൻ പ്രദർശിത് കർത്തേ ഹെ. ഈ കാരീഗറിനോട് ലേഖൻ ഒരു ബഹുമാനം നൽകുകയാണ് ചെയ്യുന്നത് കാരീഗറിന്. കാരണം ആ കുട്ടി അങ്ങനത്തെ അങ്ങനത്തെ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ये भी प्रदर्शित करते हैं कि ग्रामीण समाज के भेदभाव को प्रस्तुत करते हैं. അത് മാത്രമല്ല വേറൊരു കാര്യത്തും കൂടെ, പാവപ്പെട്ടവരോട് ഗ്രാമീണരുടെ സമൂഹത്തിലെ ഭേദഭാവം എങ്ങനെയാണ് എന്നുകൂടി കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. दूसरी बात यह है कि ग्रामीण समाज के भेदभाव को प्रस्तुत करते हैं. गरीब वर्ग के ഉദാത്ത ഭാവന കവി കൂബി പ്രസ്തുത കിയാ ജാത്ത ഹെ. പിന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു കുട്ടിയുടെ ഉദാത്ത മനോഭാവം കൂടി ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. കാരീഗർ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലത്തെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആ കുടുംബത്തിൽ വളർന്ന കുട്ടിയുടെ ഉദാത്തമായ നല്ലതായിട്ടുള്ള ഒരു സ്വഭാവം ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഭാവന को खूबी प्रस्तुत किया गया. उसमें संवेदन शक्ति, शीलता और करुणा का भाव विद्यमान है. ആ കുട്ടിയില് സഹിക്കുവാനുള്ള കഴിവും സ്നേഹവും നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം ആ കുട്ടിക്കുണ്ട് എന്നാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിർച്ചൻ ഖാനെ പീനെ മേൻ രുചിത്തി. സിർച്ചന്റെ സ്വഭാവം അറിയണം. അവന് ഭക്ഷണത്തിനോട് വളരെ തിന്നണം കുടിക്കണം എന്നുള്ള ചിന്താഗതിയുള്ളവനാണ്. ഭക്ഷണത്തിനോട് വളരെ പ്രിയമുള്ളവനായിരുന്നു എന്നർത്ഥം. ലോകി ഇസി കാരൻ സിർച്ചൻ കോ ചട്ടോര സംസ്കൃതത്തെ. അതുകൊണ്ട് ജനങ്ങൾ അവനെ ഒരു തിന്നാവുമായിട്ട് കണക്കാക്കി. ഖാവു പറഞ്ഞാൽ തിന്നാവൂ എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഭാഷ ഉണ്ട് കേട്ടോ, അല്ലാതെ ഭക്ഷണം കഴിക്കുന്നവരെ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ സിർച്ചനെ ആളുകൾ കണ്ടത്. ഖാനെ പീനെ മേ കമി ഹോനെ പർ സിർച്ചൻ നാരാസ് ഹോ ജാത്താ. ഭക്ഷണം
വേണ്ടതുപോലെ കിട്ടിയില്ല, അവന് ദേഷ്യം വരും. അവർ ശിക്കായത്ത് ബിക്കത്ത, ആക്ഷേപങ്ങളും പറയും. സിർച്ചൻ കാംക്കെ പ്രതി ബഹുത് ഈമാൻദാർ. ഭക്ഷണത്തിനോട് അങ്ങനെയാണെങ്കിൽ എന്താണ്, ജോലിയോട് അവൻ അത്യന്ത ആത്മാർത്ഥത ഉണ്ടെന്ന്. അവൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്യും. അപ്പന കാം ബഹുത് ഈമാൻദാരി സെ കത്താത്ത, വളരെ ആത്മാർത്ഥതയോട് അവൻ ചെയ്യും. സിർച്ചൻ അപ്പനെ ബാരേമേ ഖുദ് കത്താത്ത, അവനെ പറ്റിയിട്ട് സ്വയം പറയും. എന്താണ് പറയുന്നത് നോക്കൂ. സിർച്ചൻ മൂച്ചോർ ഹെ മൂച്ചാരെ ഹെ കാം ചോർനെ ഹെ. ഞാന് തിന്നാവുകയാണെങ്കിലും ശരി, ജോലിയിൽ ഞാൻ കള്ളത്തരം കാണിക്കില്ല, കള്ളമടിയനല്ല എന്ന് അവനെ കൊണ്ട് തന്നെ പറയാറുണ്ട്. സിർച്ചന്മേ സ്വാഭിമാന് കൂട്ട് കൂട്ട് കർ ബരാത്ത, അവൻ ആത്മാഭിമാനം നിറഞ്ഞ് തുളുമ്പി നിന്നൊരു കുട്ടിയായിരുന്നു. ഉസെ ആത്മസമ്മാൻ സെ അധിക് മൂല്യവാൻ കുച്ച് ഭി നഹീ ലഗ്താ. ആത്മാഭിമാനത്തെ വലുതായിട്ട് അവൻ ഒന്നിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഹാനിക്ക് അന്തിം ഭാഗ് മേ സിർച്ചൻ കോ കൈ ബാർ കടോർ ബാത്തൻ സുന്നയ്ക്ക് മിത്തിയ. ആ കഥയുടെ അവസാന ഭാഗത്തില് അവിടെ വന്നിട്ടുള്ള കുറെ മരുമക്കൾ വന്നിട്ട് ഇവനെ പല വിധത്തിലും ആക്ഷേപിക്കുന്നത്, ആ ചാച്ചി വന്നിട്ട് ഒടുവിൽ പറയുന്നതൊക്കെയാണ് ആ കഥയിലെ സന്ദർഭങ്ങള്. അതിൽ നിന്നൊക്കെ അവൻ എന്തിട്ടുണ്ട്, നല്ല മാനസികമായിട്ടുള്ള വേദന അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഉസ്ക ആത്മസമ്മാൻ ആഹതോത്ത, അവന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു. सिरचन के स्वाभिमान को पहली बार ठेस तब लगती है जब मंजली बहू मुट्ठी भर बनिया जो सूप में फेंक कर चली जाती है. അവന് ഭക്ഷണം കൊടുക്കുമ്പോഴേ ഈ വറുത്ത കടല പോലുള്ള സാധനം ഉണ്ടല്ലോ, അങ്ങനെയുള്ള വറുത്ത എന്തോ സാധനം കൊണ്ടുവന്നിട്ട് എന്നിട്ട് വേണമെങ്കിൽ തിന്നോന്നുള്ള മറ്റില്ലാണ്ട് ഇട്ട് കൊടുക്കില്ല. വല്ല പൂച്ചയ്ക്കോ നായ്ക്കോ പട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കണ മാതിരി അവൾ കൊണ്ടുവന്നു ഒരു കൈ നിറയെ ഇങ്ങനെ ഒരു മുട്ടി പറഞ്ഞ എത്രയാണ് അത് കൊണ്ടുവന്ന അവിടെ അടുത്ത് നിന്ന മുറത്തിലേക്കാണ് ഇട്ട് കൊടുത്തു. അതായത് ആ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല ആത്മാർത്ഥമായ മനസ്സോട് കൂടെ കൊടുക്കണം. പണ്ട് എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല മനസ്സോടെ ഭക്ഷണം പാകം ചെയ്താൽ നല്ല രുചി ഉണ്ടാവും എന്ന് പറയാ. വേണോ വേണ്ട വെച്ചിട്ട് ചെയ്താൽ അതൊന്നും നന്നാവില്ല എന്ന് പറയും. ഒരു കണക്കിന് കുറെയൊക്കെ ശരിയാണ് കേട്ടോ അതങ്ങനെ ചെയ്യുന്നത്. ആ വേണം എന്നുള്ള മനോഭാവം വന്നെങ്കിൽ എല്ലാം കൃത്യമായിട്ട് എടുക്കാനും ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ വേണോ വേണ്ട വെച്ചിട്ടാണ് അങ്ങനെ മതി എന്നുള്ള ഭാഗത്തിലായിരിക്കും നമ്മളെല്ലാം എടുക്കുന്നതും ചെയ്യുന്നതും. അപ്പൊ അതൊക്കെ തെറ്റുകയും ചെയ്യും. അപ്പൊ ഇവിടെ അതാണ് എന്തുണ്ടായിരുന്നത്, വേണമെങ്കിൽ തിന്നോ എന്നുള്ള മട്ടിൽ അവളത് ആ മുറത്തിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങോട്ട് പോയി. അതിൽ അവന് വല്ലാത്ത വിഷമം പറ്റി, മനസ്സിന് മുറിവേൽക്കുക ചെയ്യുന്നത്. ദൂസരീബ, രണ്ടാമത്തെ പ്രാവശ്യം ഏൽക്കുന്നത്, രണ്ടാമത്തെ പ്രാവശ്യം ചാച്ചി വന്നിട്ട് അവനോട് പറയണ്ടല്ലോ, നീ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, വീട്ടിലുള്ള പെൺകുട്ടികളോട് നീ എന്ത് ചെയ്യരുത്, അനാവശ്യമായിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അനാവശ്യമായി സംസാരിക്കരുത് എന്ന് കേട്ടപ്പോൾ അവന് അതിലേറെ വിഷമമായി. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു, अपना काम कर, बहुओं से बात कुरी करने की क्या जरूरत है। ये सुनकर सिरचन लाल हो जाता है, लेकिन सिरचन के आत्मसम्मान के सबसे बड़ा धक्का तब लगता है जब चाची से अपनी डिबिया का कौवा काम जर्दा खिलाने के लिए कहता है। चाची कहती है, तुम्हारी बड़ी हुई जीभ में आग लगा करे छट और कहीं का. അപ്പൊ അവൻ എന്തോ ഭക്ഷണ കാര്യങ്ങൾ ചാച്ചീനോട് പറഞ്ഞപ്പോ എന്താ തൻ്റെ കൈ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ എന്തോ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ചാച്ചി പറഞ്ഞു, നിന്റെ ആ വലിയ നാവുണ്ടല്ലോ അതിന് തീ വെച്ചാണോ എന്ന് പറഞ്ഞാണ്. അത് കേട്ടതോടു കൂടിയാണ് അവന് മാനസികമായിട്ട് വല്ലാത്ത വിഷമം വരികയും അവൻ ആ പണിയെല്ലാം എട്ടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. എങ്കിലും അവനാണ്. അവൻ എന്ത് ചെയ്ത്, ഇവൻ ആർക്ക് വേണ്ടിയാണോ ഈ പണിയൊക്കെ ചെയ്തിരുന്നത് എന്നുവെച്ചാൽ അവിടുത്തെ ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പണികളായിരുന്നു, എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകാൻ. അപ്പൊ ആ സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു, അവൻ ഉണ്ടാക്കിയിട്ട് ഈ മനു എന്ന് പറയുന്ന പെൺകുട്ടി അവനെ സസുരാൽ ജാത്തെ സമയം ബസ് സ്റ്റേഷൻ പർ ലേ അവള് പോകുന്ന സമയത്ത് ഇവൻ ഇതെല്ലാം ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആ വണ്ടിയിൽ ഇവളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോക്കൂ, അപ്പൊ സിർച്ചൻ കൈസാത്മീയ, ആ സിർച്ചൻ എങ്ങനെയുള്ള ആളാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ അതാണ് മനുഷ്യത്വമുള്ള വ്യക്തികള് എന്ന് പറയുന്നത്. പക്ഷെ അവന്റെ ഹൃദയത്തിൽ മുറിവേറ്റിട്ടും അവന്റെ ജോലി ആത്മാർത്ഥമായിട്ട് അവിടെ ചെയ്യാണ് കാണിക്കുന്നത്. അപ്പൊ യഹി ഹെ ടേസ് കി കഹാനി. സഞ്ജ.